Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020, and now I am doing third year MBBS in AIMS Nagpur. In നമ്മൾ part 3 for the chapter Body Fluids and Circulation. ഇന്നത്തോടെ ചാപ്റ്റർ തീർന്ന് നമ്മൾ NCERT സൊല്യൂഷൻസും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ആൻഡ് ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ബ്ലഡിനെ കുറിച്ച് പഠിച്ചു, ആൻഡ് ബ്ലഡില് എന്തൊക്കെ ഉണ്ട്, കോമ്പണൻസ് പഠിച്ചു, അതിൽ എത്ര ശതമാനം എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു, ആൻഡ് പ്ലാസ്മ എത്രയുണ്ട്, പ്ലാസ്മയുടെ കളർ എന്താ, പ്ലാസ്മയുടെ ഫങ്ഷൻ എന്താ, അതില് കോമ്പണൻസ് എന്താന്ന് പഠിച്ചു, ബ്ലഡ് കോർപ്പസ്യൂൾസിനെ പറ്റി, ഫോംഡ് എലിമെന്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡയഗ്രാം തന്നാൽ ഐഡന്റിഫൈ ചെയ്യാനും, ആൻഡ് ഫങ്ഷൻ ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെയിംഡ് ഫങ്ഷൻ ചോദിച്ചിട്ട് ഇത് ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് എത്രയാന്ന് ചോദിച്ചാൽ പറയാനും പഠിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടു. അതിൽ മെയിൻലി 2 ഇമ്പോർട്ടന്റ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, ABOയും ആൻഡ് RH ഗ്രൂപ്പിംഗും. RH ഗ്രൂപ്പിംഗിന്റെ താഴെ നമ്മൾ എന്ത് പഠിച്ചു, ഒരു സ്പെഷ്യൽ കേസ് പഠിച്ചു, RH ഇൻകമ്പാറ്റബിലിറ്റി. ഞാൻ ഇന്ന് അത് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇടുന്ന പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുമ്പോൾ RH ഇൻകമ്പാറ്റബിലിറ്റി എങ്ങനെ, RH നെഗറ്റീവ് ബ്ലഡിലുള്ള മദറും RH പോസിറ്റീവ് ബ്ലഡിലുള്ള ഫീറ്റസും വരുമ്പോൾ അതിന്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്താ, രോഗം വാക്സിൻ കൊടുക്കുന്നത്, അതും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് കോയാഗുലേഷൻ എങ്ങനെയാ നടക്കുന്നത്, അതിൽ എന്തൊക്കെ ഇൻവോൾവ് എന്ന് പഠിച്ചു. ഏത് അയോൺസ് ആണ് വെരി ഇമ്പോർട്ടന്റ് റോൾ ഉള്ളത് ക്ലോട്ടിങ്ങിൽ നമ്മൾ പഠിച്ചു, കാൽഷ്യം ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ലിംഫിനെ പറ്റി കണ്ടു, അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡിനെ പറ്റി കണ്ടു. ആൻഡ് സർക്കുലേറ്ററി പാത്വേസ് തൊട്ടാണ് ഇന്നലത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ഓരോ ഓർഗനൈസേഷൻ വെച്ച്, അതായത് ഓരോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ച് ഓരോന്നിനും എങ്ങനെയാ അതിന്റെ സർക്കുലേറ്ററി പാത്വേ അല്ലെങ്കിൽ ഹാർട്ട് ഇവോൾവ് ആയത്, സർക്കുലേറ്ററി സിസ്റ്റം ഇവോൾവ് ആയെന്ന് കണ്ടു. ഏതാ, ഫിഷിന് 2 ചേംബേർഡ് ആയിരുന്നു, ആംഫിബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ് എക്സെപ്റ്റ് ക്രോക്കഡൈൽസിന് 3 ചേംബേർഡ് ആണെന്ന് കണ്ടു. ആൻഡ് ബേർഡ്സും മാമൽസും ക്രോക്കഡൈൽസും 4 ചേംബേർഡ് ഹാർട്ട് ആണെന്ന് കണ്ടു. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഒരു മസ്കുലർ ചേംബേർഡ് ഹാർട്ടും പിന്നെ ഒരു നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്ലഡ് വെസലും അതുകൂടാണ്ട് ഇതിന്റെ ട്രാൻസ്പോർട്ടിംഗ് ഫ്ലൂയിഡായ ബ്ലഡും ഉണ്ടെന്ന് കണ്ടു. ആൻഡ് നമ്മൾ ഈ സെക്ഷൻ ഓഫ് ഹ്യൂമൻ ഹാർട്ടിന്റെ ഡയഗ്രാം തന്നിട്ട് മാർക്ക് ചെയ്ത് അതിന്റെ ലേബൽ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ അറിഞ്ഞിരിക്കണം. ഇത് അയോട്ട ഏതാ, പൾമണറി ആർട്ടറി ഏതാ, പൾമണറി വെയിൻസ് ഏതാ ഏട്രിയം, ബണ്ടിൽ ഓഫ് ഹിസ് ഏതാ, അങ്ങനെ ഓരോന്നും എന്താന്ന് അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ഇതിൽ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ കോഡേറ്റ് ടെന്റിനെ പല ക്വസ്റ്റ്യൻസിനും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ലേബലിംഗ് അല്ലെങ്കിൽ അത് എന്താന്ന് ചോദിക്കും. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു, ഇത് കഴിഞ്ഞ് എൻറ്റയർ ഹാർട്ടിന്റെ നോഡൽ ടിഷ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നോഡൽ ടിഷ്യൂസ് ഏതൊക്കെയാണ്, പേസ് മേക്കർ എന്ന് വിളിച്ചത് ആരെയാണ്, പേസ് സെറ്റർ എന്ന് വിളിച്ചത് ആരെയാന്നൊക്കെ കണ്ടു. പേസ് മേക്കർ ആരായിരുന്നു, SA നോഡ്. ആൻഡ് പേസ് സെറ്റർ എന്ന് ആരെ വിളിച്ചു, AV നോഡ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു, കാർഡിയാക് സൈക്കിൾ കണ്ടു. കാർഡിയാക് സൈക്കിൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് അതിലെ സീക്വൻസ് അതിലെ ഓരോ സെന്റൻസസ് തന്ന് അത് സീക്വൻസിലേക്ക് അല്ലെങ്കിൽ ഓർഡറിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമുക്കറിയണം ആദ്യം ജോയിന്റ് ഡയസ്റ്റോള്, അത് കഴിഞ്ഞ് ഏട്രിയൽ സിസ്റ്റോള്, അത് കഴിഞ്ഞ് വെൻട്രിക്കുലർ സിസ്റ്റോളും ഏട്രിയൽ ഡയസ്റ്റോളും ഒരുമിച്ച് അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്ത് നടക്കും. അത് കഴിഞ്ഞ് വെൻട്രിക്കുലർ ഡയസ്റ്റോള് കണ്ടു. ആൻഡ് ഇതൊരു ഹോൾ സൈക്കിളിൽ നടക്കും. അതിന് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചു. ഡബിൾ സർക്കുലേഷന്റെ ബാക്കി ഡീറ്റെയിൽസ് കണ്ടു, എന്തൊക്കെ സിസ്റ്റമിക്കും പൾമണറി സർക്കുലേഷനും കണ്ടു. ഇനി ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്താ, ആ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചു, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്നിട്ട് അതിനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിച്ചു, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് വിളിച്ചു. ആ ഗ്രാമും ഗ്രാഫും കൂടി മാറിപ്പോരുത്. ആൻഡ് നമ്മൾ അതിലെ 2 സൗണ്ട്സ്, ഹാർഡ് സൗണ്ട്സ് ആയ S1 S2 വിച്ച് ആർ ലബ് ആൻഡ് ഡബ് റെസ്പെക്റ്റീവ്ലി, അതിന്റെ ഡ്യൂറേഷൻ കൂടിയതാർക്കാം, പിച്ച് കൂടിയതാർക്കാം, അതിൽ ഏത് വാൽവിന്റെ ക്ലോഷർ നടക്കുമ്പോഴാണ് നമ്മൾ ഈ സൗണ്ട് അല്ലെങ്കിൽ ലബ് അല്ലെങ്കിൽ ഡബ് കേൾക്കുന്നത് എന്നുള്ളത് പഠിച്ചു. ആൻഡ് അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. എനി അബ്നോർമാലിറ്റി, ഈ S1ലോ S2ലോ അതായത് സ്റ്റെത്തസ്കോപ്പ് വെച്ച് നമ്മൾ കേൾക്കുന്ന ഹാർട്ട് സൗണ്ട്സിൽ ഏതൊരു അബ്നോർമാലിറ്റി വന്നാലും ഒരു അഡ്വന്റീഷ്യസ് സൗണ്ടോ ഒരു എക്സ്ട്രാ സൗണ്ടോ കേട്ടാല്
ഒരു അബ്നോർമൽ സാധനം നമ്മൾ നോട്ടീസ് ചെയ്താൽ നമ്മൾ അതിനെ ഹാർട്ട് മർമർ എന്ന് വിളിച്ചു. ഇനി ഇലക്ട്രോകാർഡിയോഗ്രാമിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനും അതിന്റെ ഓരോ വേവ് ഓരോ എന്തിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഏട്രിയൽ ഡീപോളറൈസേഷൻ റെപ്രസെന്റ് ബൈ പി വേവ്. അത് കഴിഞ്ഞ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആരായിരുന്നു? QRS കോംപ്ലക്സ്. അത് കഴിഞ്ഞ് ടി വേവിലേക്ക് പതുക്കെ വരുമ്പോൾ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ നടന്ന് ഫൈനലി എൻഡ് ഓഫ് ടി വേവ് മാർക്സ് എൻഡ് ഓഫ് വാട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എൻഡ് ഓഫ് ടി വേവ് മാർക്ക് ചെയ്യുന്നത് എന്താണ്? എൻഡ് ഓഫ് സിസ്റ്റോൾ. ഇനി ഡബിൾ സർക്കുലേഷൻ കണ്ടു, ബ്ലഡ് വെസൽസിന്റെ ലേയേഴ്സ് കണ്ടു. നമ്മൾ പറഞ്ഞു ആർക്കായിരുന്നു ലൂമൻ കൂടുതൽ, വെയിൻസിനാണോ ആർട്ടറീസിനാണോ? വെയിൻസിന് ലൂമൻ കൂടുതലായിരിക്കും, കാരണം എന്താ? അതിലേക്കൂടെ ഓടുന്ന ബ്ലഡിന്റെ പ്രഷർ കുറവായതുകൊണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റിയിൽ നമ്മൾ എന്ത് പഠിക്കും? നമുക്കറിയാം ഹാർട്ട് എങ്ങനെ റെഗുലേറ്റഡ് ആണ്. ഒരു എക്സ്ട്രിൻസിക് ഫാക്ടർ വന്ന് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേഷന്റെ ആവശ്യം ഹാർട്ടിന് ഇല്ലാന്ന് നമുക്കറിയാം. ആൻഡ് അതെങ്ങനെയാ പിന്നെ ആവുന്നത്? എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ആവശ്യമില്ലെങ്കിൽ അത് ഓട്ടോ റെഗുലേറ്റഡ് ആണ്. ബൈ വാട്ട്? ഈ ഓട്ടോ റെഗുലേഷൻ എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് നടക്കുന്നത്? ഓട്ടോ റെഗുലേറ്റഡ് ബൈ സ്പെഷ്യലൈസ്ഡ് മസിൽസ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? നോഡൽ ടിഷ്യൂ. ഈ നോഡൽ ടിഷ്യൂന്റെ ഇൻക്ലൂഡിംഗിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? SA നോഡും AV നോഡും, അതായത് പേസ് മേക്കറും പേസ് സെറ്ററും എന്നൊക്കെ പഠിച്ചത് ഈ സ്പെഷ്യലൈസ്ഡ് മസിൽസിനെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഓട്ടോ റെഗുലേഷൻ നടക്കുന്നതുകൊണ്ട്, അതായത് സ്വന്തം തന്നെ അതിന്റെ സ്റ്റിമുലേഷൻ നടത്താൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അതിനെ വേറെ എന്ത് വിളിച്ചു? മയോജനിക്. നമ്മളതിനെ മയോജനിക് എന്ന് വിളിച്ചു. ആൻഡ് സ്പെഷ്യൽ ന്യൂറൽ സെന്റർ ഇൻ ദ മെഡുല്ല ഒബ്ലാങ്കേറ്റയിലുള്ള ഒരു സ്പെഷ്യൽ ന്യൂറൽ സെന്റർ ഉണ്ട്. അതെന്താ ചെയ്യാ? അത് കാർഡിയാക് ഫംഗ്ഷനെ സ്റ്റിമുലേറ്റ് അല്ല ചെയ്യാ, പക്ഷെ ജസ്റ്റ് അത് മോഡറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറത്തുനിന്ന് കൂട്ടോ കുറക്കോ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു റെഗുലേഷൻ, അല്ലാണ്ട് കംപ്ലീറ്റ്ലി അതിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ആൻഡ് കാർഡിയാക് ഫംഗ്ഷൻ ഏതിന്റെ ത്രൂയിലാണ് അവര് മോഡറേറ്റ് ചെയ്യുക? ANS അല്ലെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വഴി. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി കാർഡിയാക് ഫംഗ്ഷന്റെ ചെറിയ തോതിലുള്ള ഒരു മോഡറേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏത്? മെഡ്യുല്ല ഒബ്ലാങ്കേറ്റയിലുള്ള ഒരു സ്പെഷ്യൽ ന്യൂറൽ സെന്റർ. ആൻഡ് ഇവിടുന്ന് അയക്കുന്ന ന്യൂറൽ സിഗ്നൽസ് ഉണ്ട്. അതെങ്ങനെ? സിമ്പത്തറ്റിക് നെർവ്സ് വിച്ച് ആർ എ പാർട്ട് ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് 2 ടൈപ്സ് ആണല്ലോ, സിമ്പത്തറ്റിക്കും പാരസിമ്പത്തറ്റിക്കും. അതില് ഈ സിമ്പത്തറ്റിക് നെർവ്സിലേക്ക് കൂടി ഈ ന്യൂറൽ സിഗ്നൽസ് എന്ത് ചെയ്യും? അവര് ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെൻട്രിക്കുലർ കോൺട്രാക്ഷന്റെ സ്ട്രെങ്ത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടും ഇൻക്രീസ് ചെയ്താൽ നാച്ചുറലി എന്ത് ഇൻക്രീസ് ആവും? ഹാർട്ട് ആദ്യം ഒരു 5 ടൈംസ് ആണ് ഒരു ഗിവൺ ടൈമിൽ അടിക്കുന്നത്, ഇനിയിപ്പോ 10 ടൈംസ് ആയി. പോരാത്തിന് എക്സ്ട്രാ കൺട്രാക്ഷൻ, വെൻട്രിക്കുലർ കൺട്രാക്ഷൻ എക്സ്ട്രാ സ്ട്രോങ്ങറും ആയി. അപ്പൊ എന്ത് പറ്റും? ഇൻ ടേൺ എന്ത് സംഭവിക്കും? കാർഡിയക് ഔട്ട്പുട്ടും കൂടും. ആൻഡ് അതാണ് നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ സെന്റർ വഴി റെഗുലേഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് പാരസിമ്പത്തറ്റിക് ന്യൂറൽ സിഗ്നൽസ് ഉണ്ട്, അനദർ കമ്പോണന്റ് ഓഫ് ANS. അവരെന്ത് ചെയ്യും? പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ന്യൂറൽ സിഗ്നൽസ് എന്ത് ചെയ്യും? ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ആൻഡ് സ്പീഡ് ഓഫ് കണ്ടക്ഷൻ. ആക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടക്ഷൻ കുറച്ച്, റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ് കുറച്ച്, ഫൈനലി കാർഡിയക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ന്യൂറൽ റെഗുലേഷൻ ഉണ്ട് കാർഡിയാക് സിസ്റ്റത്തിന് മേലെ കൂടി, അല്ലെങ്കിൽ കാർഡിയാക് ഫംഗ്ഷന് മേലെയായിട്ട് ഏതുണ്ട്? ന്യൂറൽ റെഗുലേഷൻ ഉണ്ട്. ആൻഡ് അതിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? എല്ലാത്തിനെയും കൂട്ടി കാർഡിയക് ഔട്ട്പുട്ട് ഫൈനലി കൂട്ടും. ആൻഡ് പാരസിമ്പത്തറ്റിക് എന്ത് ചെയ്യും? എല്ലാത്തിനെയും കുറച്ച്, അതായത് റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റും കണ്ടക്ഷന്റെ സ്പീഡ്, ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ കണ്ടക്ഷന്റെ സ്പീഡും എല്ലാം കുറച്ച് ഫൈനലി കാർഡിയക് ഔട്ട്പുട്ട് കുറക്കും. ആൻഡ് ഇതില് ആഡ്രിനൽ മെഡുലറി ഹോർമോൺസിനും ഒരു ചെറിയ റോൾ ഉണ്ട്. എന്തിന്? കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ. നമുക്കറിയാം അഡ്രിനലിൻ, നോർ അഡ്രിനലിൻ ഒക്കെ എന്താ ചെയ്യാം? കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചെറിയൊരു റോൾ അതിനും ഉണ്ട്, ഹോർമോൺസിനും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹോർമോണൽ റെഗുലേഷൻ ഉണ്ട് ചെറിയ തോതിൽ കാർഡിയക് ഫംഗ്ഷന്റെ മേലെ, ന്യൂറൽ റെഗുലേഷൻ ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ ഹാർട്ട് എന്താ? മയോജനിക് ആണ്, അതായത്
ഓട്ടോ റെഗുലേഷൻ ചെയ്യുന്നത് ആണ്. ഇനി ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇനി വലിയ ടോപ്പിക്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഹൈ ബ്ലഡ് പ്രഷർ. ഹൈ ബ്ലഡ് പ്രഷർ ഭയങ്കര കോമൺ ആണ് ആൻഡ് അതിനെ നമ്മൾ സയന്റിഫിക്കലി എന്ത് വിളിച്ചു? ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിച്ചു. ഇനി ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് പ്രഷർ ദാറ്റ് ഇസ് ഹയർ ദാൻ നോർമൽ. അപ്പൊ നമ്മൾ എന്തറിയണം? നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അറിയണം. 120 സിസ്റ്റോളിക്കും /80 ഡയസ്റ്റോളിക്കിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ കൂടിയ ബ്ലഡ് പ്രഷർ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിച്ചു. ആൻഡ് ഇതിലെ ഈ 120/80 ഈ 120 mmHg എന്താണ്? യൂണിറ്റ് mmHg ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ആ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്യൂറി അത് എന്താണ്? ഇതിലെ 120 mmHg സിസ്റ്റോളിക് ആണ് അല്ലെങ്കിൽ പമ്പിങ് പ്രഷർ ആണ്. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴുള്ള പ്രഷർ ആണ് ഈ 120. ആൻഡ് 80 എന്താ? 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് അല്ലെങ്കിൽ റെസ്റ്റിംഗ് പ്രഷർ ആണ്. പമ്പ് ചെയ്യുമ്പോഴുള്ള പ്രഷറിന് സിസ്റ്റോളിക് എന്നും റെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രഷറിന് ഡയസ്റ്റോളിക് എന്നും വിളിച്ചു. ആൻഡ് അതിലെ സ്റ്റാൻഡേർഡ് എത്രയാണ്? 120/80 നമ്മൾ സെറ്റ് ചെയ്തു. ആൻഡ് നമ്മൾ ഒരാളുടെ ബ്ലഡ് പ്രഷർ റിപ്പീറ്റഡ്ലി ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടു? 140/90 കൂടുതൽ അല്ലെങ്കിൽ അത്രയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140/90 കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ടാഗ് ചെയ്തു ഹൈപ്പർ ടെൻഷൻ. അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. എങ്ങനെ? നമ്മൾ റിപ്പീറ്റഡും ഇമ്പോർട്ടന്റ് ആണ്. അവിടെ റിപ്പീറ്റഡ് ബ്ലഡ് പ്രഷർ ചെക്കിങ്ങിലേക്ക് കൂടി നമുക്ക് എന്ത് കിട്ടി? അയാളുടെ ബ്ലഡ് പ്രഷർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140/90 mmHg ആണെങ്കിൽ അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് നമ്മൾ സ്ഥിരീകരിക്കും. ഇനി ഈ ഹൈ ബ്ലഡ് പ്രഷറിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാല് ഇത്രയും ഹൈ ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പ്രഷറൊക്കെ എക്സ്ട്രീംലി കൂടുമ്പോൾ അത് പതുക്കെ നമ്മുടെ ഹാർട്ടിനെ എഫക്ട് ചെയ്ത ഹാർട്ട് ഡിസീസസും ആൻഡ് ഫൈനലി വൈറ്റൽ ഓർഗൻസ് ലൈക്ക് ബ്രെയിൻ ആൻഡ് കിഡ്നി, ബാക്കിയുള്ള വൈറ്റൽ ഓർഗൻസിനെയും എഫക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് പഠിച്ചു. ആൻഡ് വാട്ട് ഇസ് ബ്ലഡ് പ്രഷർ? ഏറ്റവും ബേസിക് ലെവലിൽ ബ്ലഡ് പ്രഷർ ആക്ച്വലി എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം പറയല്ല, ഈ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് സ്ഫിഗ്മോമാനോമീറ്റർ. ആൻഡ് നോർമൽ എത്രയാന്ന് കണ്ടു? 120/80 mmHg. എന്താണ് ഈ ബ്ലഡ് പ്രഷർ? BP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രഷർ exerted by blood on the walls of vessel എന്ന് വെച്ചാൽ ആർട്ടറി അല്ലെങ്കിൽ വെയിനിലെ ആർട്ടറിനെയാണ് നമ്മൾ കൂടുതൽ ബ്ലഡ് പ്രഷർ എന്ന ടേം ഉപയോഗിക്കുന്നത്. പ്രഷർ എക്സേർട്ടഡ് ബൈ ബ്ലഡ് അത് ട്രാവേഴ്സ് ചെയ്യുന്ന വെസലിന്റെ വാളിനേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് വിളിച്ചത്. അതിന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സിസ്റ്റോളിക് ഉണ്ട്, ഡയസ്റ്റോളിക് ഉണ്ട്. സിസ്റ്റോളിക് അല്ലെങ്കിൽ പമ്പിങ് ആൻഡ് ഡയസ്റ്റോളിക് അല്ലെങ്കിൽ റെസ്റ്റിംഗ്. ആൻഡ് ഒരു ടേം കൂടി ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? പൾസ് പ്രഷർ. എന്താണ് പൾസ് പ്രഷർ? പൾസ് പ്രഷർ എന്ന് വെച്ചാൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് പൾസ് പ്രഷർ എന്ന് പറഞ്ഞ ടേം കിട്ടുന്നത്. അപ്പൊ ഒരാളുടെ SBPയും GBPയും തന്ന് ഫൈൻഡ് ഔട്ട് ദി പൾസ് പ്രഷർ എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യണോ, മൈനസ് ചെയ്യണോ, ആഡ് ചെയ്യണോ? അത് ഡൗട്ട് വരരുത്. അത് സിസ്റ്റോളിക് മൈനസ് ഡയസ്റ്റോളിക് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? പൾസ് പ്രഷർ കിട്ടുന്നത്. ഇനി കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ CAT എന്താണ് എന്ന് വെച്ചാൽ എന്ത് പറയും? കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ അതിന് കോമൺലി നമ്മൾ വിളിക്കുന്നതാണ് അത്രോസ്ക്ലീറോസിസ്. അത്രോസ്ക്ലീറോസിസിൽ എന്താ സംഭവിക്കാം? അത് മെയിൻലി ഒരു ബ്ലഡ് വെസലിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ്. എങ്ങനെ? ബ്ലഡ് അഫക്റ്റഡ് ആവുന്ന ഡിസീസ് ആണ് ഏത്? കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ മോർ കോമൺലി റെഫേർഡ് ടു ആസ് അത്രോസ്ക്ലീറോസിസ്. ഇനി അതിലെന്താ പറ്റുക? വെസൽസ് അഫക്റ്റഡ് ആയിട്ട് ഏത് വെസൽസ്? ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് അഫക്റ്റഡ് ആവും. എങ്ങനെ? അവിടെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. ഏതിന്റെ? കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ.
ഇങ്ങനത്തെ ഡെപ്പോസിറ്റ്സ് ഒരുപാട് അടിഞ്ഞുകൂടി ഫൈനലി നമ്മുടെ എന്തുണ്ടാവും, ആർട്ടറീസിന്റെ ലൂമൻ പതുക്കെ നാരോയിങ് ഉണ്ടാക്കും. അങ്ങനെ ആർട്ടറീസിന്റെ ലൂമൻ നാരോഡ് ആയിട്ട് നമുക്കറിയാം ആദ്യം ഇത്രയും ഉണ്ടായിരുന്നു ലൂമൻ, പതുക്കെ പതുക്കെ ഇവിടെ ഓരോ ഡെപ്പോസിറ്റ്സ് വന്ന് ഒക്ലൂഡഡ് ആയി പതുക്കെ. അപ്പൊ എങ്ങനെയാ, ബ്ലഡിന് പോവാൻ പറ്റാണ്ടായി ഫൈനലി സർക്കുലേഷനെ തന്നെ അത് ബാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, അത്രോസ്ക്ലെറോസിസ്. അതിൽ ഇമ്പോർട്ടന്റ് കീവേഡ് അല്ലെങ്കിൽ ക്യാച്ച് എന്ന് വെച്ചാൽ അത് വെസൽസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് അപ്ലൈ ബ്ലഡ് ടു ദി ഹാർട്ട്. ഹാർട്ട് മസിൽസിലേക്ക്, അതായത് ഹാർട്ടിന്റെ മസിൽ, കാർഡിയാക് മസ്കുലേച്ചർ ആണല്ലോ നമ്മുടെ ഓട്ടോജനസിറ്റിന്റെ കാരണം ഉണ്ടാക്കുന്നത്. അപ്പോ അത് ആ മസിലിലേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡിനെ നടന്നാൽ എന്ത് പറ്റാ, ആ കൊണ്ടുപോകുന്ന ബ്ലഡ് കുറഞ്ഞാൽ അല്ലെങ്കിൽ ഒക്ലൂഷൻ സംഭവിച്ചാൽ എങ്ങനെ കാർഡിയാക് മസ്കുലേച്ചറിന് വർക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങും, ഓക്സിജൻ കിട്ടാണ്ടാവും. അങ്ങനെ ഫൈനലി എങ്ങനെ ബീറ്റിംഗ് തന്നെ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ പമ്പിങ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിംഗ് തന്നെ ഇല്ലാണ്ടാവും. അതിന്റെ കോസറ്റീവ് ഫാക്ടേഴ്സ് ഡെപ്പോസിറ്റ്സ് ആണ്. ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ. അങ്ങനെ ഫൈനലി ലൂമൻ ഓഫ് ആർട്ടറീസ് നാരോ ആവുന്നതാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസിൽ കണ്ടത്. ഇനി അടുത്തത് ആൻജൈന. ആൻജൈനനെ കോമൺലി എന്ത് വിളിക്കുന്നു, ആൻജൈന പെക്ടോറിസ്. അതെന്താണ്, അത് ആക്ച്വലി ഒരു സിംറ്റം ആണ്. നമ്മൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ സിംറ്റമെറ്റോളജി പഠിക്കുമ്പോൾ അതിലുള്ള ഒരു മെയിൻ സിംറ്റം എന്താ, സിംറ്റം എന്ന് വെച്ചാൽ പേഷ്യന്റ് പെർസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേഷ്യന്റിന് തോന്നുന്നത്. ഒരു പേഷ്യന്റ് ഡോക്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ പേഷ്യന്റിന് ചില കംപ്ലയിൻസ് ഉണ്ട്, അതായത് പേഷ്യന്റ് സ്വയം തോന്നിയത് എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വേദന അറിയുന്നുണ്ട്, അങ്ങനെയുള്ളൊരു സിംറ്റം ആണ് ഏത്, ആൻജൈന പെക്ടോറിസ്. എന്തിനുള്ള സിംറ്റം ആണ്, അതായത് അക്യൂട്ട് ചെസ്റ്റ് പെയിൻ അപ്പിയേഴ്സ്. അതായത് അയാൾക്ക് അക്യൂട്ട് ആയിട്ടും നെഞ്ചുവേദന വരുമ്പോൾ ഉള്ള കാണുന്ന ഒരു സിംറ്റം ആണ് ഈ ആൻജൈന പെക്ടോറിസ്. അതിന്റെ കോസറ്റീവ് റീസൺ എന്താണ്, ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഇസ് ഇനഫ് ഓക്സിജൻ ഹാർട്ട് മസിലിലേക്ക് എങ്ങനെ എത്തുന്നില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഹാർട്ട് മസിലിലേക്ക് ഇനഫ് ഓക്സിജൻ എത്തുന്നില്ലെങ്കിൽ എങ്ങനെയാ പതുക്കെ ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ ഇത് അക്യൂട്ടായിട്ടും ചെസ്റ്റ് പെയിൻ വരാൻ തുടങ്ങും. അങ്ങനെയുള്ള സിംറ്റത്തിനെ കുറച്ചും കൂടി ടെക്നിക്കലി വിളിക്കുന്നതാണ് ആൻജൈന പെക്ടോറിസ്. ആൻഡ് അടുത്ത ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ അക്കർ ഇൻ മെൻ ആൻഡ് വിമൻ ഓഫ് എനി ഏജ്. പക്ഷെ അത് മോർ കോമൺലി നമ്മൾ ആരിലാണ് കണ്ടത്, മോർ കോമൺലി മിഡിൽ ഏജ്ഡിലും എൽഡർലിയിലും ആണ് കാണുന്നത്. മിഡിൽ ഏജ്ഡ് ആൾക്കാരിലും എൽഡർലി ആൾക്കാരിലും പല റീസൺ കൊണ്ടാവാം, സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ മറ്റ് അണ്ടർലൈൻ ഡിസീസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമാവാം, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആവാം. അങ്ങനെ പല റീസൺ കാരണം എന്ത് പറ്റും, ഒരു സിംറ്റം ഡെവലപ്പ് ആവും. സിംറ്റം എന്തിന്റെ സിംറ്റം, അക്യൂട്ട് ചെസ്റ്റ് പെയിൻ്റെ. ആൻഡ് അത് എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നത്, അതായത് ഹാർട്ടിന്റെ മസിലിന് ഇനഫ് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന്. ആൻഡ് അത് മോർ കോമൺ ആരിലാണ്, മിഡിൽ ഏജ്ഡിലും എൽഡർലിയിലും ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇനി ഹാർട്ട് ഫെയിലിയർ എന്താണ്, ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ചാൽ ഈ ആൻജൈന, ഹാർട്ട് ഫെയിലിയർ, CAD ഇത്രയും സാധനങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഹാർട്ട് ഫെയിലിയർ എന്താ, ഹാർട്ട് ഫെയിലിയർ മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ഹാർട്ട് when it is not pumping blood effectively enough to meet the needs of the body. അപ്പൊ ഇത് ആരുടെ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, ഹാർട്ടിന് എന്താണ്, ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലഡ് എഫക്റ്റീവ്ലി. അപ്പൊ ആർക്കാ പ്രശ്നം വരുന്ന, ടാർഗറ്റഡ് അല്ലെങ്കിൽ എയിം ചെയ്തിരിക്കുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം ഫുൾഫിൽ ചെയ്യാൻ ഇരിക്കുന്ന ടിഷ്യൂസിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. കാരണം ടിഷ്യൂസിലേക്ക് ബ്ലഡ് എത്താത്തത്. ആൻജൈന എങ്ങനെയായിരുന്നു, ഹാർട്ട് മസിലിനായിരുന്നു ഓക്സിജൻ കിട്ടാണ്ട് വന്നത്. പക്ഷെ ഹാർട്ട് ഫെയിലിയർ എന്താ, ഹാർട്ടേ പമ്പ് ചെയ്യുന്നില്ല. അങ്ങനെ പമ്പ് ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുക, ഈ എഫക്റ്റീവ് ഫ്ലോ ഓഫ് ബ്ലഡ് നടക്കുന്നില്ല. എന്തിന്, ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബോഡി. ആൻഡ് ഇറ്റ് ഇസ് സംടൈംസ് കോൾഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. എന്തുകൊണ്ടാ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ബിക്കോസ് congestion of the lungs is one of the main symptoms of this disease. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് വരാണ്, congestion of dash is one of the main symptoms of heart failure എന്ന് വെച്ചാൽ എന്ത് പറയും, congestion of lungs. ഹാർട്ട് ഫെയിലിയറിന് ഏറ്റവും ആദ്യം വരുന്ന വൺ ഓഫ് ദ സിംറ്റംസ് എന്തായിരിക്കും, ലങ്സിന്റെ കൺജഷൻ. കൺജഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും കെട്ടി കിടക്കുക അല്ലെങ്കിൽ ആക്യുമുലേഷൻ നടക്കുക, എന്തിന്റെ, ഒന്നിക്കൽ ബ്ലഡിന്റെ എഫക്റ്റീവ് പമ്പ് ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്തിന്റെ
കെട്ടിക്കിടക്കുന്നതിനെ കൺജഷൻ എന്ന് പറയാം. ആൻഡ് ഹാർട്ട് ഫെയിലിയർ ഇസ് നോട്ട് ദ സെയിം എസ് കാർഡിയാക് അറസ്റ്റ്. അത് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് പലതവണ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഹാർട്ട് ഫെയിലിയർ ഇസ് നോട്ട് ദ സെയിം എസ് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്താ? when the heart stops beating. ഇതില് ബീറ്റ് ചെയ്യുന്നുണ്ട് ഹാർട്ട് ഫെയിലിയർ, പക്ഷെ ഇനഫ് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തിന്? ബോഡിലി നീഡ്സിന്. അതിനാണ് ഹാർട്ട് ഫെയിലിയർ. പക്ഷെ കംപ്ലീറ്റ്ലി സ്റ്റാറ്റിക് ആയി ഹാർട്ട്, അതായത് പമ്പേ ചെയ്യുന്നില്ല, സ്റ്റോപ്സ് ബീറ്റിംഗ് കംപ്ലീറ്റ്ലി, അതിനാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹാർട്ട് അറ്റാക്ക് എന്താ? ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാല് സഡൻലി എങ്ങനെ ഹാർട്ട് മസിൽ സഡൻലി ഡാമേജ്ഡ് ആവാണ്. എങ്ങനെ? ഇൻആഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ കാരണം. അതായത് ഒരു ഇൻഫാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നാൽ ഹാർട്ട് മസിലിന് സഡൻ ഡാമേജ് വരും. എങ്ങനെ? ഈ ബ്ലഡ് സപ്ലൈ എത്താത്തുള്ളൂ. ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിൽ അത്രയും ടിഷ്യൂ ഡാമേജ്ഡ് ആയി പോകും. അതിനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? കൊറോണറി ആർട്ടറി ഡിസീസ് കണ്ടു, ആൻജൈന കണ്ടു, ആൻഡ് ഹാർട്ട് ഫെയിലിയർ കണ്ടു. ഇതിന്റെ ഡിഫറൻസസും അതിന്റെ കോസിറ്റീവ് അല്ലെങ്കിൽ അതിനെ കോസ് ചെയ്യുന്ന റീസൺ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ജസ്റ്റ് സമ്മറി വായിച്ച് സമ്മറൈസ് ചെയ്ത് എക്സസൈസിലേക്ക് പോവാം. വെർട്ടിബ്രേറ്റ്സ് സർക്കുലേറ്റ് ബ്ലഡ് എന്താ? ഒരു സ്പെഷ്യലൈസ്ഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഇൻ ദയർ ബോഡി. ആൻഡ് അതെന്താ? എന്തിനാ ഹെൽപ്പ് ചെയ്യുക? സബ്സ്റ്റൻസ് ടു ദ സെൽസ് ആൻഡ് ക്യാരി വേസ്റ്റ് ഫ്രം ദ സെൽസ് ബാക്ക്. എന്നിട്ട് അതിന്റെ എലിമിനേഷൻ. അനദർ ഫ്ലൂയിഡ് നമ്മൾ എന്ത് പഠിച്ചു? ലിംഫ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ്. ഇനി ബ്ലഡിൽ എന്തൊക്കെ ഉണ്ട്? ഇതൊരു ഫ്ലൂയിഡ് മാട്രിക്സ് ആണ്. പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സും ഉണ്ട്. ഈ ഫോംഡ് എലമെന്റ്സിൽ എന്തൊക്കെ കണ്ടു? RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് കണ്ടു. ആൻഡ് ബ്ലഡ് ഗ്രൂപ്പിംഗ് കണ്ടു. അത് കഴിഞ്ഞ് RH ഗ്രൂപ്പിംഗും ABO ഗ്രൂപ്പിംഗും കണ്ടു. ആൻഡ് നമുക്കറിയാം all vertebrates and a few invertebrates. സമ്മറിന്ന് സെന്റൻസസ് എടുത്ത് MCQല് ഓപ്ഷൻ ആയി കൊടുക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ സമ്മറി എപ്പോഴും നമ്മൾ നല്ലോണം പഠിച്ചു വെക്കാം. All vertebrates and a few invertebrates have a closed circulatory system. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പമ്പിങ് ഓർഗൻ ഉണ്ട്, നെറ്റ്വർക്ക് ഓഫ് വെസൽസ് ഉണ്ട്, ആൻഡ് ദി ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് ഏതാ? ബ്ലഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡും ഉണ്ട്. ആൻഡ് കാർഡിയാക് മസ്കുലേച്ചർ എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചു. ഓട്ടോ എക്സൈറ്റബിൾ, അതായത് സ്വയം എക്സൈറ്റഡ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. SAN അല്ലെങ്കിൽ SA നോഡ് എത്ര മാക്സിമം എത്ര പറ്റും? 70 to 75 per minute ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് സെറ്റ്സ്, ആ സെറ്റ് ആണ് അവിടുത്തെ കാച്ച്. സെറ്റ്സ് എന്ത് സെറ്റ് ചെയ്യും? സെറ്റ്സ് ദി പേസ് ഓഫ് ദി ആക്ടിവിറ്റീസ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? പേസ് മേക്കർ എന്ന് വിളിച്ചു. ആൻഡ് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഏട്രിയനെയും പിന്നീട് പതുക്കെ വെൻട്രിക്കിൾസിനെയും എന്തിനു സഹായിക്കും? കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സിസ്റ്റോളിന് സഹായിക്കും. വിച്ച് ഇസ് ഫോളോഡ് ബൈ ദർ റിലാക്സേഷൻ അല്ലെങ്കിൽ ഡയസ്റ്റോൾ. ആൻഡ് സിസ്റ്റോളിന്റെ സമയത്ത് എന്താ പറ്റുക? സിസ്റ്റോൾ ഫോഴ്സസ് ദ ബ്ലഡ് ടു മൂവ് ഫ്രം ദ ഏറ്റിയ ടു ദ വെൻട്രിക്കിൾ. ആൻഡ് നമുക്കറിയാം ആദ്യം നോർമലി ആ AV വാൽവ് തുറന്നിരിക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ സിസ്റ്റോളിന്റെ സമയത്ത് ഒരു 30% കൂടുതൽ ബ്ലഡിന്റെ ഫ്ലോ നടക്കും. എവിടുന്ന്? ഏട്രിയെന്ന് വെൻട്രിക്കിൾസിലേക്ക് ആൻഡ് ടു ദി പൾമണറി ആർട്ടറിയനായിട്ട് ഫൈനലി പോകും. ആൻഡ് കാർഡിയക് സൈക്കിൾ എന്താന്ന് കണ്ടു. എന്താ? സീക്വൻഷ്യൽ ഈവന്റ്സ് ആണ് വിച്ച് ഇസ് സൈക്ലിക്കലി റിപ്പീറ്റഡ്. അതിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് വിളിച്ചത്. ആൻഡ് ഒരു ഹെൽത്തി പേഴ്സണിൽ എത്ര സൈക്കിൾസ് പെർ മിനിറ്റ് നമുക്ക് കാണാൻ പറ്റും? 72 സൈക്കിൾസ് പെർ മിനിറ്റ്. ആൻഡ് ഇതിലും ഈച്ച് വെൻട്രിക്കിൾ ഓരോ കാർഡിയാക് സൈക്കിൾ സമയത്തും എത്ര ml ഓഫ് ബ്ലഡ് അപ്രോക്സ് പമ്പ് ചെയ്യും? 70 ml ഓഫ് ബ്ലഡ്. ഇതിനെ നമ്മൾ വിളിച്ചതാണ് സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ ബീറ്റ് വോളിയം. ഇനി വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച് കാർഡിയാക് സൈക്കിൾ, അതായത് ഈച്ച് കാർഡിയക് എന്ന് വെച്ചാൽ ഓരോ മിനിറ്റിലും എത്ര കാർഡിയാക് സൈക്കിൾ ഉണ്ട്? 72 സൈക്കിൾസ് ഉണ്ട്. അതിലെ ഓരോ സൈക്കിളും 70 ml. അപ്പൊ ടോട്ടൽ എത്രയാ പമ്പ് ഔട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് നമ്മൾ പറയുന്നത് ഇൻ ടേംസ് ഓഫ് പെർ മിനിറ്റിന്റെ കണക്കിലാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് സ്ട്രോക്ക് വോളിയം ആൻഡ് ഹാർട്ട് റേറ്റ്. അപ്രോക്സിൽ എത്ര കിട്ടും? 5 liters കിട്ടും. ആൻഡ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് can be recorded from the body surface by how? using electrocardiograph. And the recording അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഇലക്ട്രോകാർഡിയോഗ്രാം. ആൻഡ് നമുക്കൊരു കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഉണ്ടെന്ന് പഠിച്ചു. ഇതിന്റെ 2 സർക്കുലേറ്ററി പാത്വേസ് എന്തൊക്കെ? പൾമണറി സിസ്റ്റമിക്കും. പൾമണറി സർക്കുലേഷൻ എവിടെ കൊണ്ടാണ് തുടങ്ങുന്നത്?
starts by the pumping of ഏത് ബ്ലഡ്? Deoxygenated blood. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. Deoxygenated blood by the right ventricle which is carried to പതുക്കെ ലങ്സിൽ പോയി ഓക്സിജനേഷൻ നടന്ന് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയം. അപ്പൊ എവിടെ തൊട്ടായിരുന്നു? റൈറ്റ് വെൻട്രിക്കിൾ തൊട്ട് ലെഫ്റ്റ് ഏട്രിയം വരെ ആ പോക്കിന്, അതായത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പതുക്കെ ലങ്സ് കഴിയുമ്പോൾ ഓക്സിജനേഷൻ നടക്കുന്നതിന് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ എങ്ങനെയാണ്? ദ സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ pumping of oxygenated blood. First thing, oxygenated blood start ചെയ്യുന്ന എവിടുന്ന? ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദി അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പോവാണ്. which is carried to all the body tissues and deoxygenated blood from there is collected by the veins and returned to the right atrium. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് റൈറ്റ് ഏട്രിയം വരെയുള്ള ആ പാത്തിനെ നമ്മൾ എന്ത് വിളിച്ചു? സിസ്റ്റമിക് സർക്കുലേഷൻ. നമുക്ക് ഒരു കാര്യം കൊണ്ട് അറിയാം, ഓട്ടോ എക്സൈറ്റബിലിറ്റി ഉണ്ടെങ്കിലും ഫങ്ഷൻ മോഡറേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഹെൽപ്പ് ഉണ്ടാവും? ന്യൂറലും ഹോർമോണൽ മെക്കാനിസം ഉണ്ടാവും. ഇനി നമ്മൾ എക്സസൈസിലേക്ക് പോവാണ്. ഫസ്റ്റ്, നെയിം ദി കോമ്പണൻസ് ഓഫ് ഫോംഡ് എലമെന്റ്സ് ഇൻ ദ ബ്ലഡ് ആൻഡ് മെൻഷൻ വൺ മേജർ ഫങ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദം. നമുക്കറിയാം ഫോംഡ് എലമെന്റ്സ് എന്തൊക്കെയാണ് പഠിച്ചത്? എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBCs, അടുത്തത് ലൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBCs, അടുത്തത് ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇത്രയും നമ്മൾ പഠിച്ചിരുന്നു. ഇനി RBCs എന്ത് ചെയ്യും? നമുക്കറിയാം RBCന്റെ ഉള്ളില് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട്. അപ്പോ ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് ഓക്സിജന്റെ ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജന് ഹെൽപ്പ് ചെയ്യും RBC. ഇതേപോലെ WBCന്റെ നമ്മൾ ഗ്രാനുലോസൈറ്റ്സും ഗ്രാനുലോസൈറ്റ്സും ഒക്കെ കുറെ പഠിച്ചിരുന്നു. അതിലെ മെയിൻ എന്താ നമ്മൾ പഠിച്ചത്? ഡിഫൻസ്. അതെന്താ? ആന്റിബോഡീസ് കാരണം നമുക്ക് ബാക്ടീരിയയിലും ബാക്കിയുള്ള ഇൻഫെക്ഷനും ഉള്ള ഡിഫൻസ് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBC. ഇനി ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് മെയിൻലി എന്തിനാ? ബ്ലഡ് കോയാഗുലേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്ലാസ്മ പ്രോട്ടീൻസിൽ മേജർലി ഏതൊക്കെ ഉണ്ട്? ഗ്ലോബുലിൻസ്, ആൽബുമിൻസ്, ഫിബ്രിനോജൻസ്. ഇതിൽ ഗ്ലോബുലിൻസ് എന്തിനാണ്? ആൽഫ, ബീറ്റ, ഗാമ എന്നുള്ളതിൽ ഗാമ ഗ്ലോബുലിനെ നമ്മൾ എന്ത് വിളിച്ചു? നമ്മൾ ആന്റിബോഡീസ് വിളിച്ചു. ആൻഡ് ഇൻവോൾവ് ഇൻ ഡിഫൻസ് മെക്കാനിസം. ആൽബുമിൻ എങ്ങനെയാ? ആൽബുമിൻ മെയിൻറ്റെയിൻ ദി ഓസ്മോട്ടിക് ബാലൻസ്. ആൻഡ് കാരണം എന്താണ്? അവർക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്. ആൻഡ് ഫിബ്രിനോജൻസ് എന്താ? കോയാഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനം. ഇനി ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഈസിനോഫിൽസ് ഇതിലെന്താ? ഇതിൽ ഏറ്റവും ആദ്യം നമുക്കറിയാം സ്പെസിഫിക്കലി വൺ വേർഡ് ആൻസർ വരുന്ന യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ അത് ആദ്യം മാച്ച് ചെയ്യാം. ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് നമുക്കറിയാം എന്തിനെ ഹെൽപ്പ് ചെയ്യും? കോയാഗുലേഷൻ. ഇനി ഈസിനോഫിൽസ് എന്താ? നമുക്കറിയാം ഈസിനോഫിൽസ് കംസ് അണ്ടർ WBC. അവര് റെസിസ്റ്റ് ഇൻഫെക്ഷൻ. ഈസിനോഫിൽസ് ആർ റിലീസ് ഡ്യൂറിങ് അലർജി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. ആൻഡ് RBC എങ്ങനെ? ഗ്യാസ് ട്രാൻസ്പോർട്ട്. നമ്മൾ ഇപ്പോഴും ജസ്റ്റ് കണ്ടു എങ്ങനെ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടിച്ചാൽ കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിനുമായിട്ട് ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സിസ്റ്റോൾ എന്താ? സിസ്റ്റോൾ സ്റ്റാൻഡ്സ് ഫോർ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്. ഇനി വൈ ഡു വി കൺസിഡർ ബ്ലഡ് ആസ് എ കണക്റ്റീവ് ടിഷ്യൂ? എന്തുകൊണ്ടായിരിക്കും? പേര് പോലെ തന്നെ കണക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് എന്തിന് ആവശ്യമുള്ള സാധനം എടുത്ത് നമ്മുടെ ഓക്സിജൻ ശ്വസിക്കുന്നത് തൊട്ട് അവിടുന്ന് നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നത് തൊട്ട് അവിടെ നിന്നുള്ള എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഫുൾ കളക്ട് ചെയ്ത് തിരിച്ച് പുറത്തേക്ക് വിടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മീൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മീഡിയേറ്റർ ആണ് ആര്? ബ്ലഡ്. കണക്ട്സ് ബോഡി ടിഷ്യൂസ് ബൈ ട്രാൻസ്പോർട്ടിങ് സബ്സ്റ്റൻസസ്. അതുകൊണ്ട് നമ്മളതിനെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിച്ചു. നമുക്ക് ഓൾറെഡി അറിയാം ബ്ലഡ് മീസോഡേർമലാണ് ഒറിജിൻ. ഇനി ലിംഫും ബ്ലഡും തമ്മിൽ ഡിഫറൻസ്. ബ്ലഡ് എങ്ങനെയാ? റെഡ് കളേർഡ് ഫ്ലൂയിഡ് ആണ്. പക്ഷെ ലിംഫ് അതേസമയം കളർലെസ് ആണ്. ആൻഡ് ബ്ലഡ് ഏത് കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്? ബ്ലഡ് വെസൽസിലേക്ക് കൂടിയാണ്. പക്ഷെ ലിംഫ് ഫ്ലോ ചെയ്യുന്നത് ലിംഫാറ്റിക് വെസൽസ് അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ വെസൽസിലേക്ക് കൂടിയാണ്.
ബ്ലഡിൽ എന്തൊക്കെ ഉണ്ട്? കണ്ടെയ്ൻസ് വാട്ട് തിങ്സ്? RBCs, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ്സ്, WBCs എന്നീ സാധനങ്ങളാണ് ബ്ലഡിലുള്ളത്. പക്ഷെ ലിംഫിൽ എന്തേ ഉള്ളൂ? WBCs മാത്രമേ ഉള്ളൂ. അതിന്റെ ഫങ്ഷൻ എന്താ? ട്രാൻസ്പോർട്ട് gases and other nutrients to the body. പക്ഷെ ലിംഫിന്റെ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് സെൽസ്. ബ്ലഡിനും സെൽസ് തമ്മിൽ ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് ആണ് ലിംഫിലെ കൂടി നടക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ലിംഫ് ആൻഡ് ബ്ലഡ് നമ്മൾ കണ്ടു. ഇനി വാട്ട് ഇസ് മെന്റ് ബൈ ഡബിൾ സർക്കുലേഷൻ? വാട്ട് ഇസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്? നമുക്കറിയാം ഡബിൾ സർക്കുലേഷൻ എന്തുകൊണ്ടാ? നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്, സിസ്റ്റമിക്കും പൾമണറിയും. ഇതില് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാ? നമുക്കറിയാം ലങ്സിൽ നിന്ന് വരുന്ന ബ്ലഡ് എങ്ങനെയായിരിക്കും? ഓക്സിജനേറ്റഡ് ആയിരിക്കും. അവിടുന്ന് പൾമണറി വെയിൻസിലേക്ക് പോകും. പൾമണറി വെയിൻസിന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് അവിടുന്ന് പതുക്കെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ഓക്സിജൻ എത്തി. ആൻഡ് അയോട്ടയിൽ നിന്ന് പതുക്കെ ബോഡി ഓർഗൻസിലേക്ക് പോകും ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഈ ബോഡി ഓർഗൻസ് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് CO2 ഉള്ള ബ്ലഡ് പതുക്കെ സുപ്പീരിയർ ഇൻഫീരിയർ വീന കവ വഴി എങ്ങോട്ടെത്തും? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും. ആൻഡ് ഇവിടുന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ആൻഡ് അഗൈൻ പൾമണറി ആർട്ടറി പോയി പതുക്കെ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫൈനലി ലങ്സിലെത്തി. അഗൈൻ ഓക്സിജനേഷൻ നടന്ന് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സ്പെസിഫിക് 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്. ഡബിൾ സർക്കുലേഷൻ എന്തിനൊക്കെ വിളിച്ചു? സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? അവര് എന്ത് പ്രിവെന്റ് ചെയ്യും? മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ആൻഡ് ഓക്സിജൻ ഇസ് എഫിഷ്യന്റ്ലി യൂട്ടിലൈസ്ഡ് ബിക്കോസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് സർക്കുലേഷൻ. അതെങ്ങനെയാ? ഓപ്പണും ക്ലോസും തമ്മിൽ മെയിൻ ഡിഫറൻസ് എന്താ? ഫ്ലോ റെഗുലേറ്റഡ് അല്ലാത്തത് ഏതിലാണ്? ഓപ്പണില്. പക്ഷെ ക്ലോസ്ഡില് വാൽവ്സ് പ്രിവെന്റ് ചെയ്യും. എന്ത്? ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്ത് വെൽ റെഗുലേറ്റഡ് ത്രൂ എ ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ്. അപ്പോൾ ഫ്ലോ റെഗുലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് ഡിഫറൻസ്. ആൻഡ് ബ്ലഡ് ഏത് കൂടിയാ പോകുന്നത്? ലാർജ് വെസൽസിൽ കൂടി പോയി ഒരു ഓപ്പൺ സ്പേസസ് അല്ലെങ്കിൽ സൈനസസിലേക്കാണ് ബ്ലഡ് ഫൈനലി എത്തുക. പക്ഷെ ക്ലോസ്ഡിൽ എങ്ങനെയാ? via the closed network of blood vessels. And open circulatory system എങ്ങനെയാ? വെൽ റെഗുലേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സ്ലോറും ലെസ് എഫിഷ്യന്റും ആണ്. പക്ഷെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം മോർ റാപ്പിഡ് ആൻഡ് എഫിഷ്യന്റ് ആണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൊളസ്കിലും ആർത്രോപോഡിലും ഓപ്പൺ ആൻഡ് കോർഡേറ്റ്സിലും അനലിറ്റ്സിലും ക്ലോസ്ഡ്. ഇനി റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. നമുക്കറിയാം സിസ്റ്റോൾ എന്താ? സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ പമ്പിങ്ങിന്റെ സമയത്ത് ഉള്ള ഇതിനെയാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. ആൻഡ് ഡയസ്റ്റോൾ എങ്ങനെ? റെസ്റ്റിങ്ങിന്റെ സമയത്ത്, അതായത് കൺട്രാക്ഷൻ ഓഫ് ചേംബേഴ്സ് ഓഫ് ഹാർട്ട്, അതിനെ നമ്മൾ സിസ്റ്റോൾ എന്ന് വിളിച്ചു. റിലാക്സേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഡയസ്റ്റോൾ എന്ന് വിളിച്ചു. ഇനി സിസ്റ്റോളിന്റെ സമയത്ത് സംഭവിക്കുന്നത് എന്താ? കോസസ് ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ വിത്തിൻ ദി ഹാർട്ട്, അതായത് കൺട്രാക്ട് ചെയ്യുമ്പോൾ സ്പേസ് ഒന്നാകെ കുറയുന്നു. അപ്പൊ ഇങ്ങനെയാ? ഉള്ളിലുള്ള സാധനം കണ്ടെയ്ൻ ചെയ്യാനുള്ള ബ്ലഡ് പ്രഷറും അതേപോലെ കൂടും. ഇനി ഡയസ്റ്റോൾ നമ്മൾ റിലാക്സേഷൻ ആണ്. റിലാക്സേഷൻ എന്താ? പതുക്കെ ബ്ലഡ് പ്രഷർ ഡിക്ലൈൻ ചെയ്യും ഹാർട്ടിലെ. ആൻഡ് സിസ്റ്റോൾ സമയത്ത് കോൺട്രാക്ട് ചെയ്ത് പതുക്കെ ഫൈനലി ബ്ലഡ് എങ്ങനെയാ? പംപ്ഡ് ഔട്ട് ഓഫ് ദി ചേംബേഴ്സ്. പക്ഷെ റിസീവ് ചെയ്യുന്ന സമയത്താണ് ഡയസ്റ്റോൾ അല്ലെങ്കിൽ റിലാക്സേഷൻ നടക്കുക. ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ P വേവ് ആൻഡ് T വേവ്. P വേവ് എന്താ? ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് നമ്മൾ P വേവ് എന്ന് വിളിച്ചത്. പക്ഷെ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് നമ്മൾ T വേവ് എന്ന് വിളിച്ചത്. ഇനി ഏട്രിയൽ ഡീപോളറൈസേഷൻ, അതായത് P വേവ് നടക്കുമ്പോൾ എന്താ പറ്റുക? ബ്ലഡ് ഇസ് പംപ്ഡ് ഇൻ ടു ദ വെൻട്രിക്കിൾസ്. പക്ഷെ അതേസമയം T വേവില് വെൻട്രിക്കിൾ റീപോളറൈസ്ഡ് ആവാണ്. അപ്പൊ എന്താ പറ്റുക? ഏട്രിയ റിസീവ്സ് ദ ബ്ലഡ്. ഇനി ഡിസ്ക്രൈബ് ദി എവല്യൂഷണറി ചേഞ്ച് ഇൻ ദ പാറ്റേൺ ഓഫ് ഹാർട്ട് എമംഗ് വെർട്ടിബ്രേറ്റ്സ്. നമുക്കറിയാം ഫിഷസിൽ എങ്ങനെ 2 ചേംബേർഡ് ഹാർട്ട് ആണ്. അതിലെന്താ പറ്റുക? 2 ചേംബേർഡ് ഹാർട്ടിൽ ഫിഷസിന് ഗിൽസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അവിടുന്ന് ഓക്സിജനേഷൻ നടന്ന് പതുക്കെ ബോഡി പാർട്സിലേക്ക് പോകും. ഇനി ഈ ബോഡി പാർട്സിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോകും? ഹാർട്ടിലേക്ക് പോകും. ഈ ഹാർട്ട് എങ്ങനെ? ഒരു ഏട്രിയും ഒരു വെൻട്രിക്കിളും ജസ്റ്റ് ഒരു 2 ചേംബേർഡ്
ഓർഗൻ ആണ്. ആൻഡ് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വന്നു ഗിൽസിലേക്ക് വന്നു. അതായത് അവർക്ക് ഒരു സിംഗിൾ സർക്കുലേഷൻ മാത്രമേ ഉള്ളൂ ഫിഷസിന്. പക്ഷെ റെപ്റ്റൈൽസിന് എങ്ങനെയാ? റെപ്റ്റൈൽസിന് 2 ഏട്രിയും ഒരു വെൻട്രിക്കിളും ആണ്. ആൻഡ് മിക്സിങ്ങും ഉണ്ട് 3 ചേമ്പേർഡ് ആയതുകൊണ്ട് തന്നെ. ആൻഡ് ഇതിൽ സംഭവിക്കുന്നത് എന്താ? റൈറ്റ് ഏട്രിയെന്ന് വെൻട്രിക്കിളിലേക്ക് പോകും, വെൻട്രിക്കിളിൽ നിന്ന് പതുക്കെ ബോഡിയിലേക്ക് പോകും, ബോഡിന്ന് എഗെയിൻ എങ്ങോട്ടാ? റൈറ്റ് ഏട്രിയയിലേക്ക് പോകും, റൈറ്റ് ഏട്രിയെന്ന് പിന്നെയും എങ്ങോട്ടാ? വെൻട്രിക്കിളിലേക്ക് പോകും. അപ്പൊ 2 സ്ഥലത്തും ലെഫ്റ്റ് ഏട്രിയെന്നും റൈറ്റ് ഏട്രിയെന്നും എൻട്രി ഉള്ളതുകൊണ്ട് അവിടെ മിക്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. ഇനി ബേർഡ്സ്, ക്രോക്കഡൈൽസ്, മാമൽസിനൊക്കെ എങ്ങനെയാ? റൈറ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള 4 ചേംബർ ഉണ്ട്. ആൻഡ് മിക്സിംഗ് എങ്ങനെയാ? മിക്സിംഗ് ആബ്സെന്റും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നമ്മൾ ഹാർട്ടിനെ മയോജനിക് എന്ന് വിളിക്കുന്നത്? മയോജനിക് ലിറ്ററൽ മീനിങ് എന്താ? മയോ എന്ന് വെച്ചാല് മസിൽ, ജെനിക് എന്ന് വെച്ചാല് ഒറിജിനേറ്റ്. മസിലിന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഹാർട്ടിനെ എങ്ങനെ മയോജനിക് എന്ന് വിളിക്കുന്നത്. കാരണം കാർഡിയാക് മസിൽസിന്റെ കോൺട്രാക്ഷൻ വഴിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കുന്നത്. ഹാർട്ട് ബീറ്റ് ഇസ് ഇനീഷ്യേറ്റഡ് ഇൻ ഹാർട്ട് ഇറ്റ് സെൽഫ്, അതായത് ഓട്ടോ റെഗുലേഷൻ ഉണ്ട് ബൈ എ മോഡിഫൈഡ് ഹാർട്ട് മസിൽ. ഈ മോഡിഫൈഡ് ഹാർട്ട് മസിൽ എന്ത് വിളിച്ചു? SA നോഡ്, അതായത് പേസ് മേക്കർ, വിച്ച് ലൈസ് ഇൻ ദി വാൾ ഓഫ് റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിൽ എന്തുണ്ട്? SA നോഡ് ഉണ്ട്. ഇനി സൈനോ ഏട്രിയൽ നോഡ് ഇസ് കോൾഡ് ദി പേസ് മേക്കർ ഓഫ് അവർ ഹാർട്ട്. ആൻഡ് വൈ? എന്തുകൊണ്ടാണ് SA പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? കാരണം it is responsible for initiating and maintaining rhythmic contractile activity of heart. എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഇല്ലാണ്ട് സ്വയം ഇനീഷ്യേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്തിന്? കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി വിച്ച് ഇസ് ഇൻ എ റിതം. റിതമിൽ നടക്കുന്ന കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ടിന് ഇനീഷ്യേറ്റും മെയിൻറ്റെയിനും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ പേസ് മേക്കർ എന്ന് വിളിച്ചത്. ഇനി വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് അല്ലെങ്കിൽ AV നോഡോ AV ബണ്ടിലിന്റെയോ ഫംഗ്ഷനിങ്ങിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എങ്ങനെയാ? അതായത് നമുക്കറിയാം റൈറ്റ് അപ്പർ കോർണറിൽ SA നോഡ് ഉണ്ട്, AV നോഡ് ലെഫ്റ്റ് റൈറ്റ് ഏട്രിയത്തിലെ ലെഫ്റ്റ് ലോവർ കോർണറിലായിരുന്നു. ആൻഡ് ഇറ്റ് എമേർജസ് ത്രൂ വാട്ട്? ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിലേക്ക് കൂടി വന്ന് ഇറ്റ് എമേർജസ് ഓൺ ടോപ്പ് ഓഫ് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. എന്നിട്ട് അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, റൈറ്റും ലെഫ്റ്റും. അത് നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിച്ചു. ആൻഡ് ഫൈനലി പെർക്കിൻജെ ഫൈബേഴ്സ് ആയിട്ട് അത് ലെഫ്റ്റും റൈറ്റ് സൈഡിലേക്കും വെൻട്രിക്കുലർ മസ്കുലേച്ചറിന്റെ വാളിനെ സപ്ലൈ ചെയ്യാൻ പോകും. ആൻഡ് ഈ SA നോഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ പതുക്കെ എങ്ങോട്ടേക്ക് വരും? ഇവിടുന്ന് ട്രാവൽ ചെയ്ത് AV നോഡിലേക്ക് വന്ന് പതുക്കെ അത് ബണ്ടിൽ ഓഫ് ഹിസിലേക്കും വന്ന് റൈറ്റ് ബ്രാഞ്ചും ലെഫ്റ്റ് ബ്രാഞ്ചിലേക്കും പെർക്കിൻജെ ഫൈബേഴ്സിലേക്ക് വന്ന് ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എവിടെ വരെ എത്തും? വെൻട്രിക്കുലർ വാൾ വരെ എത്തും. അപ്പൊ ഇവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? പേസ് സെറ്റർ എന്ന് വിളിച്ചു. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഇനി ഡിഫൈൻ എ കാർഡിയാക് സൈക്കിൾ ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് സൈക്കിൾ എന്താ? നമുക്കറിയാം സീക്വൻസ് ഓഫ് ഈവന്റ്സ് ആണ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ഈവന്റ്സ് ആണ് which repeats again and again that take place in the one complete heartbeat. എത്ര ടൈം ലാസ്റ്റ് ചെയ്യും? നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഇങ്ങനെ 0.8 seconds ലാസ്റ്റ് ചെയ്യും. ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട് എന്താണ്? amount of blood that is pumped by each of the ventricles in a minute. ഇതിലെ കീ വേർഡ്സ് ഞാൻ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. amount of blood pumped by each of the ventricles in a minute. അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇങ്ങനെ സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സ് പെർ മിനിറ്റ്. ഇനി ഹാർട്ട് സൗണ്ട്സ് ഞാൻ ഡിഫറൻസ് ഓൾറെഡി പറഞ്ഞതാണ്. എന്ത്? ലബിന്റെയും ഡബിന്റെയും പിച്ച് എങ്ങനെയാ, ഡ്യൂറേഷൻ എങ്ങനെയാ, ആൻഡ് എന്തിന്റെ ക്ലോഷർ നടക്കുമ്പോഴാണ് ഈ സൗണ്ട്സ് കേൾക്കുന്നത് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ECG, ഈ സ്റ്റാൻഡേർഡ് ECG എന്താ? P വേവ് ഏട്രിയൽ ഡീപോളറൈസേഷൻ, QRS വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, ബാക്കിയുള്ളത് ST വെൻട്രിക്കുലർ റീപോളറൈസേഷൻ, T വേവ് ഫൈനലി വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. എൻഡ് ഓഫ് T വേവ് എന്തിനെ മാർക്ക് ചെയ്യും? എൻഡ് ഓഫ് സിസ്റ്റോളിനെ മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഈ ഇന്റർവലും സെഗ്മെന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ?
പി ആർ ഇന്റർവൽ എങ്ങനെയാ? പി വേവിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ക്യു ആർ എസ് കോംപ്ലക്സിന്റെ സ്റ്റാർട്ടിങ് വരെ. പക്ഷെ പി ആർ സെഗ്മെന്റ് ചോദിച്ചാൽ എന്ത് പറയണം? സെഗ്മെന്റ് ചോദിച്ചാൽ എൻഡ് ഓഫ് പി വേവ് തൊട്ട് സ്റ്റാർട്ടിങ് ഓഫ് ക്യു ആർ എസ്. ഇതേമാതിരി എങ്ങനെ ക്യു ടി ഇന്റർവൽ ചോദിച്ചാൽ ബിഗിനിങ് ഓഫ് ക്യു വേവും പിന്നെ എൻഡ് ഓഫ് ടി വേവും പറയണം. ആൻഡ് എസ് ടി സെഗ്മെന്റ് ചോദിച്ചാൽ എൻഡ് ഓഫ് എസ് വേവിന്റെ എൻഡും ടി വേവിന്റെ ബിഗിനിങ്ങും തമ്മിലുള്ള സെഗ്മെന്റിനാണ് എസ് ടി സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ക്യു ആർ എസ് കോംപ്ലക്സ് അറിയാം, ക്യു ആർ എസിന്റെ ബിഗിനിങ്ങും എൻഡിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ദ ഹോൾ തിങ്ങിനെ നമ്മൾ ക്യു ആർ എസ് കോംപ്ലക്സ് എന്ന് വിളിച്ചത്. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഒരു 15 മിനിറ്റ്സ് ഡിസ്കസ് ചെയ്ത് നമ്മൾ ചാപ്റ്റർ എൻഡ് ചെയ്യും. ഞാൻ ചോദിക്കണം, ഏത് WBCസിനാണ് അലർജിക് റിയാക്ഷന് റോള്? WBCs having role in allergic reactions. ആൻസർ എന്താ? ഓപ്ഷൻസ് ബേസോഫിൽ, ഈസിനോഫിൽ, ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. എന്തായിരിക്കും ആൻസർ? ഇതിന്റെ ആൻസർ അലർജിക് റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തിനു ഓർമ്മ വരണം? ഈസിനോഫിൽ. ഇനി അലർജിക് റിയാക്ഷൻ ഈസിനോഫിൽ. ഇനി പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കുന്ന സെൽസ് ആരാന്ന് ചോദിച്ചാൽ എന്താ പറയാ? പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസിങ് സെൽസ് ആരാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ എറിത്രോസൈറ്റ്, ബി ത്രോംബോസൈറ്റ്, സി മെഗാകാരിയോസൈറ്റ്, ഡി ലിംഫോസൈറ്റ്. ഇതിൽ ഏതാണ് പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ എന്ത് വരും? സി മെഗാകാരിയോസൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര പ്രൊപ്പോർഷൻ ടോട്ടൽ WBCന്റെ വാട്ട് പ്രൊപ്പോർഷൻ ആർ ലിംഫോസൈറ്റ്സ്? ലിംഫോസൈറ്റ്സിന്റെ എത്ര ടോട്ടൽ WBCന്റെ എത്ര ശതമാനമായിരിക്കും ലിംഫോസൈറ്റ്? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ 10 to 15%, ഓപ്ഷൻ ബി 20 to 25%, ഓപ്ഷൻ സി 40 to 50%, ഓപ്ഷൻ ഡി 56%. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എത്ര ശതമാനമാണ് ലിംഫോസൈറ്റ്? നമുക്കറിയാം 20 to 25% ആണ് ലിംഫോസൈറ്റ്സ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് അബണ്ടന്റ് WBCs. ഇതിന് ഓപ്ഷൻസിന്റെ ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. എന്തൊക്കെയായിരിക്കും ഓപ്ഷൻ? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, ലിംഫോസൈറ്റ്. ഇതിലെ മോസ്റ്റ് അബണ്ടന്റ് WBCs ചോദിച്ചാൽ എന്ത് പറയും? Neutrophils. Neutrophils are the most abundant WBCs. എത്ര ശതമാനം വരും? 60 to 65% of the total number of WBCs ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്? ന്യൂട്രോഫിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not secreted by basophil? ഓപ്ഷൻസ് ഹിസ്റ്റമീൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ, സീരം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. എന്താണ്? നമുക്കറിയാം ഹിസ്റ്റമീനും സെറോട്ടോണിനും ഹെപ്പാരിനും സെക്രീറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ സെക്രീറ്റ് ചെയ്യാത്തത് സീരം. പിന്നെ സീരം ആക്ച്വലി എന്താണ്? പ്ലാസ്മയിൽ നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സാധനത്തെയാണ് നമ്മൾ സീരം എന്ന് വിളിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് RBCs എത്രയാ? ഓപ്ഷൻസ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പിന്നെയും കുറച്ചൊരു ഐഡിയ ഉണ്ടാവും, പക്ഷെ ഓപ്ഷൻസ് ആകുമ്പോൾ ഉള്ള ഐഡിയ കൂടെ പോകും. 120 seconds, 120 hours, 120 days, 120 weeks. എന്തായിരിക്കും ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് RBCs? നമുക്കറിയാം 120 ഡേയ്സ്. ആ ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ല്യൂക്കോസൈറ്റ്സിന്റെ കളർ എന്താണ്? ഓപ്ഷൻ എ വൈറ്റ്, ഓപ്ഷൻ ബി ബ്ലാക്ക്, ഓപ്ഷൻ സി റെഡ്, ഓപ്ഷൻ ഡി കളർലെസ്. ഇങ്ങനെ വരുമ്പോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താ WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ എന്നാണ് ല്യൂക്കോസൈറ്റിനെ വിളിക്കുന്നത്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ അവരുടെ നേച്ചർ അനുസരിച്ച് അവരുടെ കളർ എങ്ങനെയാ? ഹീമോഗ്ലോബിൻ ലാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവര് കളർലെസ് ആണ്. അപ്പൊ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കളർലെസ് ആണ്. ഇനി which of the following is not a
formed element. Options: option A erythrocyte, option B leukocyte, option C lymph, option D platelets. എന്തായിരിക്കും ഇതിലെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ നോട്ട് എ ഫോംഡ് എലിമെന്റ്, lymph ആണ് ഇതിന്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is necessary for blood clotting? ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ നെസസറി ആയിട്ടുള്ളത് ഏതാണ് ഫ്രം ദ ഫോളോയിങ്? ഓപ്ഷൻ എ ഫിബ്രിനോജൻ, ഓപ്ഷൻ ബി ആൽബ്യൂമിൻ, ഓപ്ഷൻ സി ഗ്ലോബുലിൻ, ഓപ്ഷൻ ഡി മാഗ്നീഷ്യം അയൺസ്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നമുക്കറിയാം എന്താണ് ഫിബ്രിനോജൻ. ഇനി മാഗ്നീഷ്യം അയൺസ് അല്ല, മാഗ്നീഷ്യം അയണിന് പകരം കാൽഷ്യം അയണാണെങ്കിൽ അതും കൂടി ശരിയാണ്, പക്ഷെ മാഗ്നീഷ്യം തെറ്റാണ്. അയൺസ് ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്? കാൽഷ്യം അയൺസ്. ഇനി അടുത്തതൊരു ജസ്റ്റ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ, പ്ലാസ്മ മൈനസ് പ്ലാസ്മയിൽ നിന്ന് പ്ലാസ്മ ഡിവോയിഡ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പ്ലാസ്മയിൽ നിന്ന് എടുത്തു കളഞ്ഞാല് ബാക്കിയുള്ള സാധനത്തിന് എന്ത് വിളിക്കും? ഓപ്ഷൻ എ blood, option B serum, option C lymph, option D fluid. എന്താണ് ഇതിന്റെ ആൻസർ? പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ വിളിക്കുന്നതാണ് സീരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കോമ്പണന്റ് ഇസ് മിസ്സിംഗ് ഫ്രം ബ്ലഡ്? ഫോളോയിങ്ങിൽ ഏതാണ് ബ്ലഡിൽ ഇല്ലാത്ത കോമ്പണന്റ്? ഓപ്ഷൻ എ പ്ലാസ്മ. നമുക്കറിയാം പ്ലാസ്മ ബ്ലഡിന്റെ എത്ര ശതമാനം? 55% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അത് ഇല്ലാത്തായിരിക്കില്ലല്ലോ എന്തായാലും. ഇനി ഓപ്ഷൻ ബി ഫൈബ്രോബ്ലാസ്റ്റ്, ഓപ്ഷൻ സി ഫ്ലൂയിഡ് മെട്രിക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫോംഡ് എലമെന്റ്സ്. ഇതിന് ആൻസർ എന്തായിരിക്കും? ബ്ലഡിലില്ലാത്തത് ഫൈബ്രോബ്ലാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following body fluids is utilized most frequently യൂട്ടിലൈസ് ആവുന്ന ബോഡി ഫ്ലൂയിഡ് ഏതാണ്? ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി പ്ലാസ്മ, ഓപ്ഷൻ സി ലിംഫ്, ഓപ്ഷൻ ഡി സീറം. ഇതിന് ആൻസർ വരുന്നത് ബ്ലഡ് ആണ് മോസ്റ്റ്ലി യൂട്ടിലൈസ്ഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലഡ് ഇസ് വാട്ട് കൈൻഡ് ഓഫ് എ ടിഷ്യൂ? ഏത് കൈൻഡ് ഓഫ് ടിഷ്യൂ ആണ് ബ്ലഡ്? നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ്. ഓപ്ഷൻ കൂടി തന്നിട്ട് ഡിസൈഡ് ചെയ്യാം. ഏത്? ഓപ്ഷൻ എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഓപ്ഷൻ ബി ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, ഓപ്ഷൻ സി മ്യൂക്കോയിഡ് കണക്റ്റീവ് ടിഷ്യൂ, ഓപ്ഷൻ ഡി സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇതിന് ആൻസർ എന്ത് വരും? നമുക്കറിയാം ബ്ലഡ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a phagocyte? Which of the following is a phagocyte? ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റസ്, വിഴുങ്ങിയിട്ട് കൊല്ലാനുള്ള ശേഷിയുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ഈസിനോഫിൽ. നമുക്കറിയാം ഈസിനോഫിൽ എന്തിനാ? അലർജിക് റിയാക്ഷൻസിൽ റിലീസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി ലിംഫോസൈറ്റ്, ഓപ്ഷൻ സി മോണോസൈറ്റ്, ഓപ്ഷൻ ഡി ബേസോഫിൽ. ഇതിന് ആൻസർ എന്ത് വരും? നമുക്കറിയാം ഓപ്ഷൻ സി മോണോസൈറ്റ് ആണ് ഫാഗോസൈറ്റ്. ന്യൂട്രോഫിലും കൂടി എന്തുതന്നെയാണ്? ഫാഗോസൈറ്റ് തന്നെയാണ്. അത് ഓപ്ഷൻ ഇല്ല. അപ്പൊ ആൻസർ എന്താ? സിംഗിൾ ഹാൻഡഡ്ലി മോണോസൈറ്റ് ആയി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡസ് അഡൾട്ട് എറിത്രോസൈറ്റ് ഫോം? എവിടെയാണ് അഡൾട്ടിന്റെ RBC അല്ലെങ്കിൽ എറിത്രോസൈറ്റ് ഫോർമേഷൻ നടക്കുന്നത്? ഓപ്ഷൻ റെഡ് ബോൺ മാരോ, ലിവർ, spleen, muscles.
ഇതിൽ എവിടെയാണ് ഹ്യൂമൻ RBCs, അഡൾട്ട് ഹ്യൂമൻ RBCs ഫോം ചെയ്യുന്നത് നമുക്കറിയാം, റെഡ് ബോൺ മാരോ. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, NCERT എക്സസൈസ് ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതിനെ സമ്മറിയിൽ വേർഡ് ബൈ വേർഡ് ഒന്നുകൂടെ വായിച്ചു നോക്കാം. കാർഡിയാക് സൈക്കിൾ ആൻഡ് ലബ് സൗണ്ട്, ഡബ് സൗണ്ട് ആൻഡ് ദ സീക്വൻസ് ഓഫ് കാർഡിയാക് സൈക്കിൾ, ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.